വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും റെഡിയായി. ഇന്ന് ഞാൻ പനമ്പാടാണ് കേട്ടോ, എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഞാൻ മുന്നേ തന്നെ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മുൻ്റെ വീട് കുന്നംകുളത്താണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇന്ന് ഡിസംബർ 13 കീഴൂർ അമ്പലത്തിലെ പൂരാണ്. അപ്പം നമ്മളെ സീനാൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്, ചെറുവല്ലൂർ ക്ഷണിച്ചിട്ടുണ്ട്. ഞാനൊരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും പൂരം കഴിഞ്ഞ് ഞാൻ ചെറുവല്ലൂർക്ക് പോകും. അപ്പോൾ നമ്മൾ സീനാൻ്റിയുടെ വീട്ടിൽ പോവാം. സത്യം പറഞ്ഞപ്പോൾ സമയം 1:30 കഴിഞ്ഞു കേട്ടോ ഉച്ചയ്ക്ക്. പക്ഷേ കിച്ചണിൽ നിന്ന് ലാബ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂരവിശേഷങ്ങളും സീനാൻ്റിയുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. കുഞ്ഞിപ്പെണ്ണിതേ എൻ്റെ കയ്യിലുണ്ട്. കുഞ്ഞു കുറച്ച് ഗൗരവത്തിലാണ്, ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് അവള്. അപ്പം എന്തായാലും നമുക്ക് പോയാലോ. അപ്പം അതാ ചേച്ചി എല്ലായിടത്തേക്കും ജീൻസും ടോപ്പ് ഇടുന്ന ചേച്ചി ഇന്ന് പൂരം പ്രമാണിച്ച് മലയാളി മങ്കയായി ധാവണി ചുറ്റിയിട്ടുണ്ട്. കിച്ചൺ പിന്നെ വേറെ ലെവല്. ഓ മോനെ, അത് അമ്മ ബ്ലാക്ക് അല്ല. ആ, കിച്ചനും ഞാനും ചേച്ചിയും ബ്ലാക്കാണ്. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് വൈറ്റും കുറച്ച് ഗ്രീനും ആണ്. അപ്പോൾ അമ്മ വരട്ടെ, അമ്മേനെ കാണിച്ചു തരാം. നമ്മളിവിടെ വീട്ടിൽ കുറച്ച് സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിക്കാം. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. ജൂലിക്ക് ഫുഡൊക്കെ കൊടുത്തു. ചേച്ചി ഇന്നൊന്ന് കൂട് കഴുകിയതാണ് ഗൈസ് ഈ കാണുന്നത്. അവള് മോട്ടർ അടിച്ചിട്ട് മോട്ടർ ഓഫാക്കാൻ മറന്നിട്ട് റോഡിൻ്റെ അങ്ങ് അറ്റം വരെ വെള്ളം എത്തിയിട്ട് കിച്ചൻ പറഞ്ഞത് വരുന്ന സമയത്ത് അവിടെ ആരോ ആ വെള്ളത്തിൽ കാല് കഴുകുന്നുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അത് അവർ എപ്പോഴത്തെയും പോലെ തന്നെ ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. ഓ എന്താ പോസ്. ഓ ഓ ഓ ഒന്ന് ചിരിച്ചേ, ചിരിക്കുക. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ മോമി ഫ്രണ്ടിലുണ്ട്. മോമീനെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും മോമി കാറിൽ കയറിയിരുന്നു. അങ്ങനെ കിച്ചനും ഞാനും ചേച്ചിയും നീറ്റു ബേബിയും എല്ലാവരും കൂടെ അതാ സീനേൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിട്ടേക്കണ ഈ ഒരു ഡ്രസ്സ് എൻ്റെ അല്ല കേട്ടോ ഗൈസ്. ഇത് മോമിക്ക് വാങ്ങിയ പുതിയ ഡ്രസ്സായിരുന്നു. അത് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തിട്ടതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ അതിനിടയ്ക്ക് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നെഹൽ ബേക്കറിയുടെ മുന്നിൽ, നമ്മളെപ്പോഴും ബേക്കറി വാങ്ങാൻ നെഹൽ നിന്നാണ് കേട്ടോ, മാറഞ്ചേരി നെഹൽ ബേക്കറി എന്നാണ് വാങ്ങാറ്. നല്ല ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ അവിടെ വാങ്ങാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞാനും കിച്ചനും കൂടിയിട്ടാണ് പോയത്. അല്ല സോറി, ഞാനും ചേച്ചിയും ഉണ്ണീനും കൂടി അവിടെ ഇരുന്നു. അതിനിടയ്ക്ക് മോമിയും കിച്ചനും കൂടെ പോയി. അപ്പം ഞാൻ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ചിറ്റയുടെ മടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഗ്ലാസ് ഒന്ന് താഴ്ത്തിയിട്ട് അവളെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ പുറത്തിങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ദേ സീനാൻ്റിയുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പം നമ്മളെത്തുന്നതിന് മുന്നേ തന്നെ ശ്രൈ അമ്മയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ദേ 2 പേരുടെ കഴിച്ചോ ധൈര്യമായിട്ട് കഴിച്ചോളൂ. നമുക്ക് എന്തൊക്കെ ഫുഡാന്ന് നോക്കാം. ഇത് എന്ത് മീന് വറുത്താന്ന് എനിക്കറിയില്ല. സ്രാവ്, ഇത് ബിരിയാണി, ചിക്കൻ, സാലഡ്, പിന്നെ അവിയല്, കൂർക്കപ്പേരി, കാളൻ, പൈനാപ്പിള്, പപ്പടം, അപ്പുറത്ത് മീൻകറിയ, അച്ചാറ്, എല്ലാവിധ സാധന ജംഗമ വസ്തുക്കളും ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഒക്കെ ആന്റി അപ്പണീറ്റ് 3 മണി. അതെ, സദ്യ മാത്രം ആന്റി ഉണ്ടാക്കി. ബിരിയാണി വരുത്തനാണ് ഗൈസ്. അങ്ങനെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വന്ന് ഫുഡ് കഴിക്കാം. 2:30 ആയി സമയം. അപ്പം ഇനി കഴിക്കട്ടെ.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നമ്മൾ കൈ നോക്കുന്ന തത്തേനും കൊണ്ടുവരുന്നവരുണ്ടല്ലോ, അങ്ങനെ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാന്താണ് അവൾക്ക്. എത്ര പേര് 5 ആളെ കൊണ്ട് വേണമെങ്കിലും ഒരു ദിവസം അവൾ നോക്കിക്കും. അങ്ങനെ അതിൽ നിന്ന് ഒരു ആൻറ്റീനെ കൊണ്ട് ഇത് അവൾ നോക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കാര്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അവളെ ആരെ കൊണ്ട് നോക്കിച്ചാലും എത്ര ആളെ കൊണ്ട് നോക്കിയാലും എല്ലാവരും സെയിം കാര്യം തന്നെയാണ് കേട്ടോ പറയാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 4 മണി ആയപ്പോഴത്തേനും ഇതാ സീനാൻറ്റിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് എല്ലാ ആനകളും വരവുകളൊക്കെ അമ്പലത്തേക്ക് പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീനാൻറ്റിയുടെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ബാക്ക് വശത്താണ് നമ്മൾ ആനകളെയൊക്കെ എഴുന്നള്ളിച്ചിട്ട് കൊണ്ടു നിർത്താറ്. അപ്പോൾ ആനകളും വരവുകളൊക്കെ ഇതിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കൊട്ട് കേട്ടപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിന്നതാണ്. അങ്ങനെ കുഞ്ഞിപ്പണി ഒരു ചേച്ചി, അതായത് അമ്മൂൻ്റെ റിലേറ്റീവ് കൊടുത്താണ് കേട്ടോ ആ ബലൂണ്. അതും പിടിച്ച് കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്, ആർക്കും തരില്ല എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ അവൾ അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അമ്മയും കിച്ചനും അവിടെ സീനാൻറ്റിയുടെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അവരങ്ങോട്ട് പഠിക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം കൊട്ട് വരാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെല്ലാം കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ അവിടെ ഇറങ്ങി നിന്നതാണ്. അപ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും വരവുകൾ കാത്ത് ഇങ്ങനെ അവിടെ ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പഠിക്കുക. അപ്പോൾ അതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നായിട്ട്. ഒരു കൊല്ലണ്ടായി രണ്ടേലും ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് വേറെ വിട്ടിട്ട്
ഗൈസ്, സമയം 5:30 ആയിട്ടോ. തലവേദനിച്ചിട്ട് ഞാൻ ബാമ്പ് പരട്ടിയതാണ്, ചെറിയൊരു തലവേദന പോലെ. അപ്പോൾ അതാ അമ്മു ചേച്ചിയും കൂടെ അതാ ദീപം തെളിയിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞു. ഇവിടെ ഇനി താഴെ വെക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ ചേച്ചി വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ ഇതാ അമ്മു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞി പെണ്ണി ശക്കട സത്തി അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കാർത്തിക ദീപമൊക്കെ തെളിയിച്ചു. ഇനി അമ്പലത്തിലേക്ക് പോവാട്ടോ. തട്ടമിട്ട അമ്മ, കുട്ടിക്കും തട്ടിട്ട് കൊടുത്തിരുന്നു ഞാൻ, അത് മാറ്റി അവൾ തട്ടിയിട്ടതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങായി. പൊന്നോക്കെ അങ്ങനെ ഞങ്ങൾ പൂരമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. മഴ ചാറി ഉണ്ടായിരുന്നു, അപ്പോൾ കിച്ചതാ വണ്ടി ഒന്ന് ജസ്റ്റ് തുടക്കുകയാണ്.